ഹലോ. സോ ഞാൻ ലാസ്റ്റത്തെ 2 ക്ലാസ്സിൽ ഹോളിഡേയ്സ് കാരണം കുറച്ച് ബിസി ആയി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്ന് ലാസ്റ്റ് മൺഡേ, വെഡ്നെസ്ഡേ ആൻഡ് ഫ്രൈഡേ ഇന്ന് 3 ദിവസത്തെ ക്ലാസ്സുകൾ ഞാൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഇന്നത്തോടു കൂടി ബേസിക് ടെക്നിക്സ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിർത്തിയിട്ട് ഇനി കൂടുതൽ പെയിൻറ്റിങ്സിലോട്ട് പോവുമായിരിക്കും. ആ മോഡ്യൂളിലാണ് പെയിൻറ്റിങ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള വർലി ആക്ടിവിറ്റീസും ഹ്യൂമൻ ഫിഗേഴ്സ് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് വരയ്ക്കാം എന്നുള്ളതെല്ലാം പഠിക്കുന്നുണ്ടാവും. ഓക്കെ. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർലിയുടെ പ്ലാന്റ്സാണ്. പ്ലാന്റ്സിന് നമ്മൾ വെരി ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഇങ്ങനെ നീണ്ട ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കണം. അതായത് ഒരുപാട് തിന്നായിട്ടല്ല, ബട്ട് ഇങ്ങനെ ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇതിനെ ഇനിയും തിന്നാക്കിയാലും കുഴപ്പമില്ല. സോ ഇവിടെ നമ്മളിങ്ങനെ ആർച്ച് വരച്ചു, ഇങ്ങനെ ഇതിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് ആർച്ച് വരയ്ക്കുക. ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരു പോയിൻ്റ് ആയി കൊടുത്തിട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇതിങ്ങനെ വരും. ഇതിവിടെ ടച്ചായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ക്രെസൻറ്റ് പോലത്തെ ഷേപ്പ് വരച്ചു. എന്നിട്ട് അതിനകത്ത് നമ്മൾ കൂടുതൽ ലൈൻസ് ഇട്ട് കൊടുത്തു. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇനി അബൌട്ട് ദ ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മളിത് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ്ലി. ദിസ് ഇസ് ട്രീ നമ്പർ 1. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു തിന്നായിട്ടുള്ള ട്രയാങ്കിളാണ് കേട്ടോ, വെരി തിൻ. അത് വരച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ടിപ്പിലൊരു ലൈനിൽ നമ്മൾ നോർമൽ ലീഫ്, അതായത് ഇതിന് ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഈ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ കേർവ് ചെയ്തിട്ട് ഇവിടെ ഒരു കേർവ്, അതേപോലെ ഒരു കേർവ് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഒരു കേർവ്, അതേപോലെ അത് ക്ലോസ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ദിസ് ഈസ് ഹൗ ദി ട്രീ ലുക്സ് ലൈക്ക്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ പോലെ വരുന്നത് ഈ നല്ലൊരു ഷേപ്പ് ആ ബ്രാഞ്ചസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതൊരു ലൈൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം, പക്ഷെ ആ ഒരു നല്ലൊരു ബ്രാഞ്ച് എന്നുള്ള ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ
ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുക്കുന്നത്. പിന്നെ വർലിയിൽ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട് ബാക്കിയുള്ള നമ്മൾ നോർമൽ ട്രീയിൽ വരയ്ക്കും. ഇനി നമ്മൾ വേറെ പല ടൈപ്പ് ഓഫ് ആർട്ട് ഫോംസ്, കലംകാരി, മീനാകാരി, ഗോൺ പെയിൻറ്റിങ്, അങ്ങനത്തെ പെയിൻറ്റിങ്ങിലേക്കൊക്കെ പോകും. ആ പോകുന്ന സമയത്തും ഓരോ ട്രീയും ഓരോ ആർട്ട് ഫോമിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ഓഡിയോയിൽ, ബിക്കോസ് ഇവിടെ ഒന്ന് മൈ ഹൗസ് ഇസ് വെരി ക്ലോസ് ടു ദ റോഡ്, ആൻഡ് അതല്ലാതെ ഇവിടെ കുറച്ച് റോഡിൻ്റെ വർക്ക്സ് നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. പിന്നെ ഈ എല്ലാ മോഡ്യൂൾസിൻ്റെയും ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്, അതായത് നിങ്ങൾ ത്രൂ ഔട്ട് വർലി കഴിയുന്നത് വരെ ഉള്ള ഡ്രൈവ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, now let's move on to the next one. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രീ ആണ്. ഇതേപോലെ നമ്മളൊരു ട്രയാങ്കിൾ, അത് ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വരച്ചു. ഇനി നമ്മളിതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സർക്കിൾ കൊടുത്തു, ഇനി ഇവിടെ ഒരു സർക്കിൾ കൊടുത്തു, ഇങ്ങനെ സ്പൈറൽ പോലെ, സർക്കിൾസ് അല്ല സ്പൈറൽസ്. ഇനി അടുത്ത ലെയർ ഓഫ് സ്പൈറൽസ് കൊടുത്തു. ഇറ്റ് നീഡ് നോട്ട് ബി ഒരു പെർട്ടിക്കുലർ സൈസിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ സ്പൈറൽസ് കൊടുക്കും. ഇനി അടുത്തൊരു സ്പൈറൽ കൊടുക്കുക. ഈ സ്പൈറൽസ് ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ട്രീയുടെ ലുക്ക് ആൻഡ് ഫീല് കിട്ടും. ആ ഫീല് കിട്ടുന്നവരെ ഓരോരോ ലെയേഴ്സായി കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നത് വളരെ ടൈനി സ്പൈറൽസ് ആണെങ്കിൽ പിന്നെ നമുക്ക് അഗൈൻ ഒരു 2-3 ലെയറും കൂടെ കൊടുക്കേണ്ടി വരും. കണ്ടോ, ഇതാണ് ഒരു ടൈപ്പ് ട്രീ എന്ന് പറഞ്ഞ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരിത്തിരി കേവ്, ഇങ്ങനെ ഒരു കേവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം കുറച്ച് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ഇനി ഈ കേവിൽ ഇങ്ങനെ ഒരു, ഇനി ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തില്ലേ. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. വളരെ സിമ്പിളാണ്, പക്ഷേ ദിസ് ലുക്സ് നൈസ്. എനിക്ക് വർലി വരയ്ക്കുമ്പോൾ കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു മോഡലും കൂടിയിട്ടാണ് ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് ഒരു പെയിൻറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ദിസ് വിൽ ലുക്ക് വെരി നൈസ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടല്ല, റംബൂട്ടാനിലൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു ഫീല് കൊടുക്കുക. We are almost finishing with the plant. അങ്ങനെ ഇതാണ് നമ്മുടെ വേറൊരു ടൈപ്പ്. ഓക്കെ, ഇനി 5th ടൈപ്പ് ഓഫ് പ്ലാന്റ് നമ്മൾ ഫസ്റ്റ് വരച്ചതിൻ്റെ തന്നെ സിമിലർ. ഇപ്പോൾ ഈ ഫസ്റ്റ് ഇതിൽ കുറച്ച് മുന്നേ വരച്ച് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരെണ്ണം വരച്ചു. പിന്നെ നമ്മൾ ചെറിയൊരു നെക്സ്റ്റ് ഒരു ഡബിൾ ലൈൻ പോലുള്ളത് കൊടുത്തു. ഇനി അതിൻ്റെ ഇപ്പുറത്തേക്ക് എല്ലാം നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ഒരു 2 ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഫിൽ ചെയ്യാം.
ഇവിടെയും കൂടെ ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലെല്ലാം കൊടുത്ത പോലെ ആ ടൈനി ടൈനി ലൈൻസ് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ ലൈൻസ്. അത് ത്രൂ ഔട്ട് പ്ലാന്റിൻ്റെ ബ്രാഞ്ചിലും ഒക്കെ കൊടുക്കണം കേട്ടോ. ഈ ലൈൻസ് ലീവ്സിൽ മാത്രമല്ല, ഈ ഗ്യാപ്പുകളിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഇത്തിരി വലുതാക്കിയിട്ടുണ്ട്, അത് ഇൻ കേസ് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടൈനി ആയിട്ട് കൊടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ഭംഗി ഉണ്ടാവുക. This is another model of a plant. ഇനി അടിച്ചു വരുന്നത് കുറച്ചുകൂടെ നല്ല ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള വൺ മോഡലാണ്. നമ്മൾ അഗൈൻ ഒരു ആരോ വെച്ചിട്ട് വരച്ചു. ഇനി ഈ ടിപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക, ഒരു ഇങ്ങനൊരു ഷേപ്പ്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത് മാത്രം വീണ്ടും കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴേക്ക് ടൈനി ആയിട്ടുള്ള ലീവ്സ് കൊടുക്കുക, വളരെ ടൈനി ടൈനി ലീവ്സ്. ഇനി നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ട്രയാങ്കിൾ പോലെ തന്നെ കൊടുത്താൽ മതി. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ കൊടുക്കുക. ഈ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ അറ്റം ഇത്തിരി റൗണ്ടഡ് ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് ഷാർപ്പനാവാതെ ഒന്ന് ഇത്തിരി റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എഡ്ജസ്. ഒന്നോ ഒന്നിൽ കൂടുതൽ ലീവ്സോ കൊടുക്കുക കേട്ടോ പ്ലാന്റിൻ്റെ. ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്നതെല്ലാം മോഡലായിരിക്കും. ഇപ്പം ഞാൻ 2 ലീവ്സേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ലീവ്സ് കൊടുക്കാൻ പാടുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് എത്ര ലോങ് ആയിട്ടുള്ള സ്റ്റെംസോ എത്ര ലോങ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ലീവ്സോ കൊടുക്കാം. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഇങ്ങനത്തെ ഒരു പൂ വരയ്ക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ ലീവ്സ് ആയിരിക്കും ഓൾവേസ് ബെറ്റർ. കാരണം അപ്പോൾ ആ ഫ്ലവറിൻ്റെ വിസിബിലിറ്റി കുറയില്ല. നമ്മൾ വലിയ ലീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിസിബിലിറ്റി ഫുൾ ലീവ്സിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ സെൻറ്റർ പാർട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നു.